ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹായ് എവരിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഗ്നോ 2025 ജൂൺ ടേമിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാവും അല്ലേ? ഡേറ്റ് ഷീറ്റ് ഒക്കെ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ കാണാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണുക. ഇനി ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ നമുക്ക് പ്രിപ്പറേഷൻ ആണ് നടത്തേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറേ സ്റ്റുഡൻസിന് കൺഫ്യൂസ്ഡ് ആയിരിക്കും, എവിടെ നിന്ന് പഠിക്കണം, എന്ത് പഠിക്കണം, ഒന്നും അറിയാത്തവരും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ ഒരു 5 വർഷത്തിന്റെ ഉള്ളിൽ അത്രയും മാക്സിമം കളക്ട് ചെയ്യുക. 5 വർഷത്തിന്റെ ഉള്ളിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തിട്ട് ഒരു ഷോർട്ട് നോട്ടൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യാമെന്നും ഒരു എക്സാം എങ്ങനെയാണ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നും നമുക്ക് ക്രാക്ക് ചെയ്യാമെന്നും നമുക്ക് ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഗൈഡും ട്യൂഷൻസ്, ഒരു 5 years മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് പുറത്തുനിന്നുള്ള സ്റ്റുഡൻസിനെ കുറിച്ചാണ്. അവർക്ക് എന്താണ് എക്സാമിന് വേണ്ടതെന്നും ഈസിയായി ക്രാക്ക് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. ഇനി എക്സാം എഴുതുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി 1, 2, 3 ഓർഡറിൽ എഴുതണമെന്നില്ല. അങ്ങനെ എഴുതിയാൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ഫുള്ളായിട്ട്, അതായത് ഫസ്റ്റ് മുതൽ എഴുതി തുടങ്ങുക. ലാസ്റ്റിൽ കോൺഫിഡൻസ് ഇല്ലാത്ത, അതായത് നിങ്ങൾക്ക് അറിയാത്ത ആൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. പിന്നെ ആൻസേഴ്സ് ഒക്കെ പാരഗ്രാഫ് ആക്കിയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഇനി വേറൊരു കാര്യം, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എക്സാം തുടങ്ങുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. നല്ല നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. അതായത് +2 ഒക്കെ കഴിഞ്ഞ ഒരു ഗ്യാപ്പ് വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും മേ ബി നമ്മുടെ ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കുന്നത്. അപ്പോൾ അവർക്ക് എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എഴുതി പ്രാക്ടീസ് ചെയ്താൽ അവർക്ക് ഇങ്ങനെ എക്സാം എഴുതുമ്പോൾ, നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൈൻഡിൽ വരും. അതായത് അന്ന് എഴുതിയതൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എക്സാം എങ്ങനെ എഴുതണം അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെ പഠിക്കണം എന്നറിയാത്ത സ്റ്റുഡൻസിനൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇനി ഇഗ്നോ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് എക്സാം പാസ്സാവാം. അതായത് ഇഗ്നോ എക്സാം വളരെ ഈസി ആയി പാസ്സാവുന്ന ഗൈഡ്സും അല്ലാതെ ട്യൂഷൻസും മെന്റർ സപ്പോർട്ട്, അസൈൻമെന്റ് സപ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിന് നമുക്ക് ആപ്പിൽ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അല്ലാതെ തന്നെ മെന്റർ സപ്പോർട്ട്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് ടൈമിലും മെസ്സേജ് അയച്ചിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യുവാണെങ്കിൽ റിവിഷൻ ഉണ്ട്. നമുക്ക് റിവിഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മോഡൽ എക്സാം ഉണ്ട്. ഈ മോഡൽ എക്സാം ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക്, അതായത് ഇഗ്നോയുടെ പബ്ലിക് എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്യുക, പിന്നെ പാരഗ്രാഫ് ആക്കി എഴുതാൻ ശ്രമിക്കുക, ഹൈലൈറ്റ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ് എക്സാം. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.